അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനും കൂടെ എന്താക്കാം, നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് മറ്റുള്ള മാതിരിയല്ല, ചെറിയൊരു നമ്മളോട് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ഭാഗത്ത് തന്നെ വരിക, കാരണം അതെന്താണ്, ലയബിലിറ്റിയാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ 1300 ക്രെഡിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ അല്ല വേണ്ടത്, കാരണം അഡ്വർടൈസ് ആണ് പരസ്യത്തിന് ചിലവുണ്ടാകുക, ചിലവ് ഡെബിറ്റ് ഭാഗത്താണ് വരിക. അപ്പോൾ ഇവിടെ 1300 ഇവിടെയാണ് വേണ്ടത് കേട്ടോ. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് റിസീവ് എന്ന് പറഞ്ഞാൽ ഇൻകം അവിടെ അല്ല വരിക, അത് ക്രെഡിറ്റ് ഭാഗത്താണ് വരിക. അപ്പോൾ ഇത് ഇവിടെ വേണം. സാലറി എക്സ്പെൻസ് അവിടെ തന്നെയാണ് വേണ്ടത്. ഡിസ്കൗണ്ട് അലോവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നമുക്ക് അത് ചിലവാണ്. അപ്പം ഇത് ഇവിടെയാണ് വരിക. പിന്നെ ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ളത് ഡെബിറ്റ് ഭാഗത്താണ്, ക്യാപിറ്റൽ ഡെബിറ്റ് ഭാഗത്തല്ല വരിക, ക്യാപിറ്റൽ ക്രെഡിറ്റ് ഭാഗത്താണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് റീറൈറ്റ്.